നിങ്ങൾ പലരും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അല്ലെങ്കിൽ SWP രീതിയിൽ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്ത് ഒരു പെൻഷൻ പോലെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് വരുമാനം കിട്ടാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് വളരെ വലിയ നഷ്ടമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് എത്ര സാഹചര്യങ്ങളിലാണ്, അത് എങ്ങനെ നമ്മൾക്ക് ഒഴിവാക്കാം, ഏറ്റവും മികച്ച രീതിയിൽ നമ്മളുടെ പെൻഷൻ പ്ലാനിങ് മ്യൂച്വൽ ഫണ്ടുകൾ വഴി എങ്ങനെ നടത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. റിട്ടയർമെന്റിന് ശേഷം 25,000 രൂപ ഓരോ മാസവും പിൻവലിച്ചുകൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടില് SWP സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള രാജ്മോഹൻ എന്ന ആളുടെ ഒരു കഥയിലൂടെയാണ് ഈ വീഡിയോ നമ്മൾ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ റിട്ടയർമെന്റിന്റെ ആദ്യ വർഷങ്ങളിൽ ഉണ്ടാവുന്ന മാർക്കറ്റിന് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന കറക്ഷനുകൾ ഒരു വലിയ രീതിയിൽ നമ്മളുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ പലരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ്. ആ കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ റീച്ച് ആവുകയും കൂടുതൽ ആളുകൾ ഈ പ്രശ്നത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇതുപോലുള്ള പേഴ്സണൽ ഫിനാൻസ് കണ്ടന്റ് കാണുന്നതിനായിട്ട് താല്പര്യമുള്ള ഒരാളാണ് ഇതേവരെയും നിങ്ങൾ റുപ്പിമംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് പരിഗണിക്കുകയോ ചെയ്യാം. SWP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് വരുമാനമുള്ള സമയത്ത് വലിയൊരു കോർപ്പസ് ഒന്നോ രണ്ടോ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ച് വെക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭമോ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറേശ്ശെയായിട്ടൊക്കെ ഒരു പെൻഷൻ പോലെ ഓരോ മാസവും നമ്മുടെ റിട്ടയർമെന്റ് പോലുള്ള മന്ത്ലി ആവശ്യങ്ങൾക്കായിട്ട് നിശ്ചിത ദിവസം നിശ്ചിത തുക പിൻവലിക്കുന്ന ഒരു രീതിയാണ് എന്ത് പറയാം, SWP എന്ന് പറയാം. റിട്ടയർമെന്റ് ആരംഭിച്ച ഒരാള് 2024 സെപ്റ്റംബറിനും ഏതാണ്ട് ഇന്ന് വരെയും ഉണ്ടായിട്ടുള്ള ഒരു മാർക്കറ്റിന്റെ ഒരു ഉയർച്ച താഴ്ചകൾ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെയും ആ കോർപ്പസിനെയും എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ഉദാഹരണ സഹിതം ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ആ ഉദാഹരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ SWPയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് റിട്ടയർമെന്റ് പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തുമാത്രം മടയത്തരമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ കഥയിലെ കഥാപാത്രമായിട്ടുള്ള രാജ്മോഹൻ ഒരു 30 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് സമയത്ത് HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് കാറ്റഗറിയിൽ ഈ റിട്ടയർമെന്റ് പ്ലാനിങ് പോലുള്ള കാര്യങ്ങൾക്കായിട്ട് ധാരാളം ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ഫണ്ടാണ്. ഇപ്പോൾ ഈ പറയുന്ന ഉദാഹരണത്തിൽ 26/8/2024 30 ലക്ഷം രൂപയാണ് അദ്ദേഹം ഈ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത്. അന്നത്തെ ഒരു യൂണിറ്റിന്റെ വില എന്ന് പറയുന്നത് 510 രൂപ 26 പൈസയാണ്. നമ്മൾ 30 ലക്ഷം രൂപ 2024 ഓഗസ്റ്റ് 26 ഇട്ടിട്ടുണ്ട്. അന്ന് 510 രൂപ 26 പൈസയാണ് അതിന്റെ ഒരു യൂണിറ്റിന്റെ വില എന്നുണ്ടെങ്കിൽ 5879.356 യൂണിറ്റുകൾ അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തുടർന്ന് ഓരോ 26 തീയതിയും, അതായത് സെപ്റ്റംബർ 26 മുതൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 26 തീയതി വരെ 12 മാസം അദ്ദേഹം 25,000 വെച്ച് അതിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തത്. അതായത് ഓട്ടോമാറ്റിക്കലി 25,000 രൂപ വെച്ച് നമ്മളുടെ ഈ HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാസം 26/9/2024 25,000 രൂപ അത് അദ്ദേഹം പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ വിലയായിട്ടുള്ള 516 രൂപ 278 പൈസയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മാസം പിൻവലിക്കുമ്പോഴുള്ള ഒരു യൂണിറ്റിന്റെ വില. അതായത് 25,000 നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 48.4235 യൂണിറ്റുകൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ 30 ലക്ഷം ഇട്ടു, ആദ്യത്തെ മാസം 25,000 പിൻവലിച്ചു. അങ്ങനെ ഓരോ മാസവും 2024 ഒക്ടോബർ 26 ഇതേപോലെ 25,000 രൂപ പിൻവലിച്ചു. അന്ന് ആ യൂണിറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ 499 രൂപ 488 ആയിരുന്നു. അതായത് 510 രൂപയ്ക്ക് നിക്ഷേപിച്ചതിന്റെ വില 499 ആയിട്ട് കുറഞ്ഞിരുന്നു. അതായത് 2024 ദീപാവലിക്കൊക്കെ ശേഷം മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ കറക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ആ പൈസ പിൻവലിക്കുന്നതിനായിട്ട് 25,000 രൂപ പിൻവലിച്ചപ്പോൾ 50 യൂണിറ്റോളം അദ്ദേഹത്തിന് 25,000 രൂപയ്ക്ക് വേണ്ടി ചെലവായി. അങ്ങനെ ഓരോ മാസവും പിൻവലിച്ചു കഴിഞ്ഞിട്ട് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി പിൻവലിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ഓഗസ്റ്റ് 26 2025 അദ്ദേഹം 25,000 രൂപ പിൻവലിക്കുമ്പോൾ അന്നത്തെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 512 രൂപ 374 ആണ്. അതായത് ഒരു യൂണിറ്റിന് 512 രൂപയോളമാണ്. അപ്പോൾ അദ്ദേഹത്തിന് 48 യൂണിറ്റോളം പിൻവലിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പിൻവലിച്ച്
കഴിഞ്ഞു. ഇപ്പൊ 12 മാസമായിട്ട് 3 ലക്ഷം രൂപ ഇതിൽ നിന്ന് പിൻവലിച്ചു. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് യൂണിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5281 യൂണിറ്റ് ആണ്. അത് ഇന്നത്തെ വിലയായിട്ടുള്ള 512 യൂണിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള വില എന്ന് പറയുന്നെങ്കിൽ 27,05,922 രൂപയാണ്. അതായത് 30 ലക്ഷം രൂപ ഇട്ടത് ഓരോ മാസം 25,000 രൂപ വെച്ച് പിൻവലിച്ച് അദ്ദേഹത്തിന് കിട്ടിയത് 27 ലക്ഷം രൂപയാണ് ഇപ്പോഴുള്ള ബാലൻസ്. അതായത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പലിൽ നിന്ന് ഈ 30 ലക്ഷത്തിൽ നിന്ന് ഈ 3 ലക്ഷം കുറച്ചാൽ കിട്ടുന്ന ഈ 27 ലക്ഷം എന്നുള്ള രീതിയിൽ വന്നു. അതായത് അദ്ദേഹത്തിന്റെ മുതലിൽ നിന്നാണ് ഇത് പിൻവലിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രശ്നത്തിന് പറയുന്ന പേരാണ് സീക്വൻസ് ഓഫ് റിട്ടേൺ റിസ്ക് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർമെന്റ് കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ മാർക്കറ്റ് ഒരു താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിൻവലിക്കുന്ന തുക നമ്മുടെ ലാഭത്തിന് പകരമായിട്ട് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് തന്നെ പിൻവലിക്കപ്പെടുകയും തുടർന്ന് എമൗണ്ടിന്റെ വളർച്ചയെ അത് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രശ്നമാണ് ഈ സീക്വൻസ് ഓഫ് റിട്ടേൺ റിസ്ക്. ഈ SWP മാത്രം നമ്മൾ ഒരു റിട്ടയർമെന്റ് കോർപ്പസിനുമായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള സീക്വൻസ് ഓഫ് റിട്ടേൺ റിസ്ക് ഉണ്ടാവുകയും ഈ കാര്യങ്ങൾ നമ്മളെ മോശമായിട്ട് ബാധിക്കാനും ഉള്ള സാധ്യതയുണ്ട്. ഇത്തരമൊരു റിസ്ക് ഇതിൽ വലിയ രീതിയിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ റിട്ടയർമെന്റ് പോലുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ റിട്ടയർമെന്റ് പോലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മറ്റൊരു വശമുണ്ട് കേട്ടോ. മാർക്കറ്റ് നല്ലൊരു സിറ്റുവേഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 1 കോടി രൂപ നമ്മൾ നിക്ഷേപിച്ചു, മാർക്കറ്റ് നല്ലൊരു സിറ്റുവേഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു 15% ഒരു ആനുവലി അത് വളർന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 1 കോടി എന്നുള്ളത് 1.15 കോടിയായിട്ടുണ്ടാവും. അതായത് 1 കോടി 15 ലക്ഷം ആയിട്ടുണ്ടാവും. ഈ 1 കോടിയിൽ നിന്ന് നമ്മൾ ഓരോ മാസവും ഓരോ ലക്ഷം രൂപയാണ് നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് SWP ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു വർഷം എടുക്കുക എന്താണ് 12 ലക്ഷമാണ്. അപ്പോഴും 1.15 നിന്ന് 12 ലക്ഷം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കോടി 3 ലക്ഷം രൂപ അപ്പോഴും ബാലൻസ് ഉണ്ടാവും. അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതായത് HDFC ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടിന്റെ ഒക്കെ ലാസ്റ്റ് ഒരു 20-25 വർഷം ആവറേജ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15% ആ 15% ഒക്കെ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് 12% ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് SWP ചെയ്തെടുക്കാമായിരുന്നു. പക്ഷെ ഇതേപോലുള്ള മാർക്കറ്റ് ഡൗൺ ആവുന്ന സിറ്റുവേഷനുകൾ രാജ്മോഹൻ സംഭവിച്ച പോലെ 30 ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിച്ചു, ആ 30 ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് തന്നെ റീഡീം ചെയ്തെടുക്കുന്ന രീതിയിലുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ കുറയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു നല്ല സിറ്റുവേഷൻ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളെ സമീപിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ മറ്റൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 2020 മാർച്ച് മാസത്തിൽ നമ്മൾക്ക് കൊറോണ പോലുള്ള ഒരു പ്രശ്നം വന്നു അല്ലെ. ആ ഒരു സമയത്ത് മാർക്കറ്റ് ഒരു 30% ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു നിങ്ങൾ 30 ലക്ഷം രൂപ നിക്ഷേപിച്ചതെന്നുണ്ടെങ്കിൽ ആ 30 ലക്ഷം രൂപ 30% താഴ്ന്ന് 21 ലക്ഷം രൂപയായി മാറിയനെ. ആ 21 ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ ഓരോ മാസവും ഇതേപോലെ തന്നെ 25,000 രൂപയാണ് പിൻവലിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 30 ലക്ഷത്തിൽ നിന്ന് 21 ലക്ഷം ആയതിൽ നിന്ന് വീണ്ടും നമ്മളൊരു 3 ലക്ഷം രൂപ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് ഓരോ മാസത്തെയും SWP ആവശ്യത്തിനായിട്ട്. അപ്പൊ അങ്ങനെ പിൻവലിക്കുമ്പോൾ എന്തായി? ഇൻവെസ്റ്റ് ചെയ്ത് 30 ലക്ഷം, മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ 21 ആയി. പിന്നെ ഓരോ മാസം 25,000 രൂപ വെച്ച് 12 മാസം ആക്കിയപ്പോൾ 3 ലക്ഷം വീണ്ടും പോയി. അപ്പൊ 18 ലക്ഷമായിട്ട് കുറഞ്ഞു. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പിൻവലിക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആ കൊറോണയുടെ സമയത്ത് ഉണ്ടായ സംഗതി എന്താണെന്ന് വെച്ചാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മാർക്കറ്റ് വളരെ രീതിയിൽ താഴുകയും തുടർന്നത് ഉയർന്നു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ നമുക്ക് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളത് കാര്യമായിട്ട് ബാധിക്കില്ലായിരുന്നു. പക്ഷെ ഇതേപോലെ ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് പോലുള്ള സംഗതികൾക്ക് ഈ ഒരു SWP രീതി നമ്മൾ പരിഗണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ 30 ലക്ഷം ഇട്ട ആൾക്ക് രണ്ടാമത്തെ വർഷം നോക്കുമ്പോൾ 18 ലക്ഷമായിട്ട് അത് കുറയുന്നത് പോലുള്ളൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരായിരുന്നു. ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതും കൂടെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ SWP രീതിയിൽ റിട്ടയർമെന്റ് പ്ലാനിങ് പോലെ ഓരോ മാസവും നമ്മൾ പിൻവലിക്കുന്ന ഒരു ഗോളിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ സീക്വൻസ് ഓഫ് റിട്ടേൺ റിസ്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരാതിരിക്കുന്നതിന് എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മൊത്തം മന്ത്ലി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടും നമ്മൾ SWP രീതിയിൽ വരുന്നു അല്ലെങ്കിൽ എടുക്കുന്നു എന്നുള്ള ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സീനിയർ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട്, നിങ്ങളുടെ മന്ത്ലി ആവശ്യങ്ങൾക്കുള്ള കുറച്ച് എമൗണ്ട് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന്, ഇപ്പോൾ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പോലുള്ള പദ്ധതികളിൽ നിന്ന് 8.2% സേഫ് ആയിട്ട് നമുക്ക് ഒരു ഫ്ലക്ച്വേഷനും ഇല്ലാതെ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു തുക നമ്മൾക്ക് കിട്ടുന്നതിനായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ അത് മാറ്റി വെക്കുക. ബാക്കിയുള്ള എമൗണ്ട് നമ്മൾക്ക് SWP രീതിയിൽ എടുക്കുക എന്നതാണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ
ഡൈനാമിക് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള തുക കൂട്ടിയും കുറച്ചും എടുക്കുക എന്നുള്ളതാണ്. എല്ലാ മാസവും 25,000 പകരമായിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്താണെങ്കിൽ 30,000 എടുക്കുക, മാർക്കറ്റ് താഴ്ന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 20,000 ആക്കി കുറയ്ക്കുക എന്നുള്ള ആ ഒരു ഡൈനാമിക് ആയിട്ടുള്ള രീതിയിൽ പിൻവലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ്. മൂന്നാമത്തെ ഒരു മെത്തേഡ് ബക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയും. റിട്ടയർമെന്റ് പ്ലാനിങ്ങിലെ ഏറ്റവും മികച്ച ഒരു സ്ട്രാറ്റജിയാണ് ഈ ബക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുക. ബക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എമൗണ്ടിനെ 2 മുതൽ 3 തരത്തിൽ നിക്ഷേപിക്കുകയും ഏറ്റവും അടുത്ത് ആവശ്യമുള്ള പണത്തിനെ ഏറ്റവും സേഫ് ആയിട്ടുള്ളതും കുറച്ച് സമയത്തിന് ശേഷം ആവശ്യമുള്ള പണത്തിന് സേഫ്റ്റി കുറച്ചുകൂടെ കുറഞ്ഞാലും നമുക്ക് കൂടുതൽ നേട്ടം തരുന്ന ഒരു സംഗതിയിലും കുറെ അകലെയുള്ള സമയത്തേക്ക് ആവശ്യമുള്ള പണത്തിനെ കുറെ കൂടെ കൂടിയ റിസ്കിൽ കൂടിയ റിട്ടേൺ കിട്ടാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റിലും നമ്മൾ പ്ലേസ് ചെയ്യുന്ന രീതിയാണ് ബക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയാം. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മൾക്ക് ഒരു റിട്ടയർമെന്റ് ആവശ്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ക്യാഷ് ഫ്ലോ എൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ പറ്റുന്ന നല്ലൊരു മെത്തേഡ് തന്നെയാണ് ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നുണ്ടെങ്കിലും നമ്മൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുടുക്കിലായി പോകാനുള്ള സാധ്യതയുണ്ട്. റിട്ടയർമെന്റ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 വീഡിയോകൾ കൂടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.